സാർ, ആരാ? ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചിരുന്നോ? സജി സാർ പറഞ്ഞിട്ട് കഥ പറയാൻ. ഓ, ആ ഇരിക്കൂ. എവിടെന്നാ പറഞ്ഞേ? സാർ, വെഞ്ഞാറമൂട്. എന്താ പേര്? പ്രശാന്ത്. ഓക്കെ, ഏത് ജോണ്ടറാ കഥ? ഫാമിലി ത്രെഡാണ്. ഓക്കെ. ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാർ, ഞാനൊരു 10-30ഓളം ചെറിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. സാറിന് ഒരു പടം ചെയ്യണം. ആഹാ. രാമേട്ടാ, രാമേട്ടാ, ഒന്ന് വന്നേ. സാർ, വായിക്കട്ടെ? ആ, നിൽക്ക്. ഇദ്ദേഹത്തിൻ്റെ കഥയൊന്ന് കേട്ടെ. സാർ, സാറിനോട് പറയും. ഇല്ല, പുള്ളി കേട്ടോളൂ. പുള്ളി കേട്ടിട്ട് എന്നോട് പറയും. പുള്ളി ആ കഥ കേൾക്കുന്നു. എല്ലാ കഥയും പുള്ളിയാണ്. സാറിനോട് പറയാനായിട്ട്. ആ, പുള്ളി പറഞ്ഞാൽ മതി. പുള്ളി എന്നോട് പറഞ്ഞോളൂ. പുള്ളി കേട്ടിട്ട് പറയും. ചെല്ലു. രാമേട്ടാ, പടം ഇറങ്ങും. നല്ല പാട്ടാണ്. അടുത്ത മാസമാണ് റിലീസ്. നല്ല പാട്ട് കേൾക്കാൻ നല്ല പാട്ടാണ്. ചേട്ടോ, ചേട്ടൻ കഥ കേൾക്കാനാണോ എന്നെ ഇവിടെ പിടിച്ചിരുത്തി? പിന്നെ എന്താ ചേട്ടാ ഈ കാണിക്കുന്നത്? ഞാൻ ആ സിനിമയിലെ കഥ ഞാൻ തന്നെ വായിച്ച് കേട്ടത്. സാറേ, എത്ര കൊല്ലമായിട്ടുള്ള കഷ്ടപ്പാടാണെന്നറിയാമോ? എത്ര കൊല്ലമായിട്ടുള്ള സ്വപ്നമാണെന്നറിയാമോ? സാറേ, സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് കഥ പറയാൻ സാർ എന്നെ പറഞ്ഞു. സാറിന്റെ വേലക്കാരനാ. അയാൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. സാറേ, സാറ് ഒരുപാട് കഷ്ടപ്പെട്ടു കണ്ടവരുടെ കാല് പിടിച്ചു നോക്കി തന്നെയാണല്ലോ സാർ എത്രയും വലിയ ആളൊക്കെയായത്. ഒന്നും മറക്കരുത് സാർ. ചെറിയ വിലയൊക്കെ തന്നു. ഞാനും ഒരു കലാകാരൻ തന്നെ സാറേ. ഞാനും എന്നെ കൊണ്ട് പറ്റും പോലെ 10-30 സിനിമ ഞാനും ചെയ്തിട്ടുണ്ട് സാറേ, ചെറുതാണെങ്കിൽ പോലും. വലിയ വിഷമമുണ്ട് സാറേ.